നമസ്കാരം, തടൈ ന്യൂസിലേക്ക് സ്വാഗതം. ലോകമെമ്പാടും വേൾഡ് കപ്പ് ആവേശം അലയടിക്കുകയാണ്. നമ്മുടെ കോട്ടയത്തും ആവേശങ്ങൾക്ക് ഒരു കുറവുമില്ല. ഞങ്ങളിപ്പോൾ ഉള്ളത് കോട്ടയം താഴത്തങ്ങാടി പാലത്തിലാണ്. ഇവിടെ കുമ്മനം പോർച്ചുഗൽ ഫാൻസിന്റെ ഒരു ആവേശമാണ് നമുക്ക് കാണാനാകുന്നത്. 80 അടി വീതിയിലുള്ള ഭീമൻ ഫ്ലെക്സും 15 അടിയോളം ഉയരമുള്ള കട്ടൌട്ടും സ്ഥാപിച്ചാണ് ആരാധകർ പോർച്ചുഗൽ ടീമിന് പിന്തുണ അറിയിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് കുമ്മനത്തെ പോർച്ചുഗൽ ആരാധകരെ കണ്ടിട്ട് വരാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ കപ്പടിച്ച ടീമുകളൊക്കെ ഉണ്ടാവുമ്പോ ഇങ്ങനെ ഒരു റൊണാൾഡോ ഫാൻ അല്ലെങ്കിൽ ഒരു പോർച്ചുഗൽ ഫാൻ ആയത് നിങ്ങൾ എല്ലാവരും? ജയം തോൽവി എല്ലാം എല്ലാ ടീമിനും ഉള്ളതാണ്. അതിൽ ഏതേലും ഒരെണ്ണം ജയിക്കും എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മൾ പണ്ട് മുതലേ ഈ ഒരൊറ്റ ആളെയാണ് നമ്മൾ ഇതായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് തന്നെ വെച്ചിരിക്കുന്നത്. ഈ കുമ്മനത്ത് എങ്ങനെയാണ് ഒരു ഫുട്ബോൾ ആവേശം? കുമ്മനത്ത് ഇപ്പോൾ CR7 ഫാൻസ് ആയാലും ശരി, അർജന്റീനയുടെ ആയാലും ശരി, ബ്രസീലിന്റെ ആയാലും ഭയങ്കര ആവേശത്തിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനങ്ങളുണ്ട്, എന്നാലും ഒത്തൊരുമയോടെ ഞങ്ങൾ ഇവിടെ പോവുക. അപ്പോ ഇപ്രാവശ്യം പോർച്ചുഗൽ കപ്പടിക്കുന്നതാണ്? തീർച്ചയായിട്ടും പോർച്ചുഗൽ ഇപ്രാവശ്യം അണ്ണനൊരു കപ്പ്, അതാണ് ഈ പ്രാവശ്യത്തിന് ഞങ്ങളുടെ ഒരു ഇത്. കപ്പ് തൂക്കിയാൽ എന്താണ് ഭാവി പ്ലാനിങ്സ്? ഭയങ്കര ആവേശകരമാവോ കുമ്മനം? കുമ്മനം ഉറപ്പായിട്ടും ഞങ്ങള് കുറച്ച് പ്ലാനിങ്ങൾ ചെയ്യുന്നുണ്ട്. ആദ്യം കപ്പടിക്കട്ടെ, അതിനുശേഷം മുന്നോട്ട് നോക്കാം. ഞങ്ങളിപ്പോൾ ഇവിടെ CR7 86 വെച്ചിട്ടുണ്ട്, 15-5 കട്ടൗട്ട് ഉണ്ട്. ഇനി 26 കട്ടൗട്ട് വരുന്നു, 38 ഫ്ലെക്സ് വരുന്നു. അതുകൂടാതെ 26 വേറെ ഫ്ലെക്സുകൾ വരുന്നു. ഓരോ ദിവസം ചെല്ലുമ്പോഴും ആവേശം ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുക. കളി ആവാറായിട്ടില്ലല്ലോ, എന്നാ 17-ാം തീയതി? ഞങ്ങളുടെ ഫസ്റ്റ് കളി 17-ാം തീയതിയാണ്, 10:30-ക്കാണ് കളി. പിന്നെ എല്ലാ കൊല്ലങ്ങളിലും കഴിഞ്ഞ വേൾഡ് കപ്പിലെല്ലാം കവലകളിലെല്ലാം സ്ക്രീനുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അതങ്ങ് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്രാവശ്യം നോക്കാം. ഈ കളി ജയിക്കോ? ഇപ്രാവശ്യം കപ്പടിക്കോ? പ്രതീക്ഷയുണ്ട്. റൊണാൾഡോയുടെ അവസാന വർഷ കളിയാണോ ഇപ്രാവശ്യം? അതെ ലാസ്റ്റ് കളിയാ. അതുകൊണ്ട് എങ്ങനെയാണെങ്കിലും ജയിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇതുവരെ കപ്പ് കിട്ടിയിട്ടില്ല. എങ്ങനെയാലും പോർച്ചുഗൽ ഇപ്രാവശ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ പോർച്ചുഗൽ ഫാനാണോ? ജയിക്കോ റൊണാൾഡോ ഇപ്രാവശ്യം കപ്പടിക്കോ? അടിക്കും. പുതിയ തലമുറയിൽ എങ്ങനെ കുമ്മനത്ത് പോർച്ചുഗൽ ഫാൻസ് ഉണ്ടോ? പുതിയ തലമുറ ഒരുപാട് പിള്ളേർ തന്നെ ഇപ്പം ജെൻസി കാറ്റഗറി വരുന്ന പിള്ളേർ തന്നെ പോർച്ചുഗലിലെ ഉപരി CR7 ഫാനായിട്ട് തന്നെ പിള്ളേർ ഒരുപാട് പേര് തന്നെ ഇപ്പോഴും വരുന്നുണ്ട്. നമ്മുടെ ഫ്ലെക്സ് വെക്കാൻ വേണ്ടി പിന്നെ ഇതെല്ലാം കൂടെ കൂടി നമ്മൾ പരസ്യങ്ങൾ ഒപ്പിച്ച് നമ്മൾ തന്നെ വെച്ച ഫ്ലെക്സാണ്. അതല്ലാതെ പിള്ളേർ തന്നെ അവരൊരു 10-30 പേര് അവരെല്ലാം കൂടെ കൂടെയുള്ള പിരിവിട്ടാണ് ഈ താഴത്തെ ഫ്ലെക്സ് വെച്ചേക്കുന്നത്. അതും പോർച്ചുഗലിനെ കണ്ടുകൊണ്ട് വരി ക്രിസ്ത്യാനോയെ കണ്ടുകൊണ്ടാണ്. കാരണം ക്രിസ്ത്യാനോയുടെ ലാസ്റ്റ് വേൾഡ് കപ്പാണ്. ബാക്കി എല്ലാ ഒരുമാതിരിപ്പെട്ട കപ്പുകളെല്ലാം കിട്ടി വിളിക്ക്. പക്ഷേ വേൾഡ് കപ്പ് എന്നുള്ള ഫിഫയുടെ ആ വേൾഡ് കപ്പ് എന്നുള്ള ഒരു ഇപ്പോഴും വിദൂരത്തിൽ നിൽക്കുക. അത് കൈകളിലോട്ട് കിട്ടിക്കഴിയുമ്പോഴേ പൂർണ്ണതയാകത്തുള്ളൂ. അതിനുവേണ്ടി ഇത്തവണ അണ്ണൻ നല്ല രീതിയിൽ ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെ കൂടെ ഫാൻസ് എന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ കട്ടയ്ക്കൊപ്പം പരസ്യ പ്രചരണമാണെങ്കിൽ പോലും ഞങ്ങൾ എല്ലാ രീതിയിലും മുന്നിൽ തന്നെ ഉണ്ട്. അതെ, ഈ പോർച്ചുഗലിലുപരി എല്ലാവരും CR7 ഫാൻസ് ആണല്ലേ, റൊണാൾഡോ ഫാൻസ് ആണ്. അപ്പൊ ഇപ്രാവശ്യം എന്തായാലും റൊണാൾഡോക്ക് ഒരു കപ്പ് ഉയർത്താൻ പറ്റട്ടെ ലാസ്റ്റ് കളിക്ക്. എന്തായാലും എല്ലാവരും സെറ്റല്ലേ, ഉഷാറല്ലേ? സെറ്റ്.